അനിൽകുമാർ, നമ്മൾ സംഭവങ്ങൾ വെച്ചാണ് ഇത്തരത്തിലുള്ള വാർത്താ വിശകലനങ്ങൾ നടത്താറ്. ഇപ്പോഴിതാ ദുർവാർത്തകൾ വെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു നില കൂടി കേരളത്തിൽ വന്നിരിക്കുകയാണ്. തെറ്റായ വാർത്തകൾ എപ്പോഴും വരാറുണ്ട്. ആർക്കും എന്ന പോലെ മാധ്യമങ്ങൾക്കും തെറ്റാവരമൊന്നും ഇല്ല. പക്ഷേ തെറ്റായ വാർത്തകൾ പല മാധ്യമങ്ങളിലൂടെ ഒരേപോലെ തന്നെ പുറത്തു വരിക, അതിന് രാഷ്ട്രീയ ആധികാരിക വ്യക്തിത്വങ്ങൾ അതിന് സമ്മതി കൊടുക്കുക, അതിനേക്കാൾ ഉയർന്ന ബന്ധപ്പെട്ട തലങ്ങളിൽ നിന്ന് നിഷേധിക്കപ്പെടുക, എന്നിട്ടും ഒന്നും സംഭവിക്കാതെ മുന്നോട്ട് പോവുക, അത് ആശാസ്യമായ നിലയല്ല എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള ആദ്യത്തെ വാർത്തയിലേക്ക്, ഞാൻ പരാമർശിച്ച ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ പോകാം. 3 ഗവർണർമാരെ, BJP ഗവർണർമാരെ, കേരളത്തിൽ നിന്നുള്ള മലയാളി ഗവർണർമാരെ മുഖ്യമന്ത്രി അത്താഴ വിരുന്നിന് വിളിച്ചു എന്നൊരു വാർത്ത. പിന്നാലെ ആ ഗവർണർമാരിൽ ഒരാളുടെ രാജ്ഭവൻ തന്നെ, ഗോവ രാജ്ഭവൻ തന്നെ അത് നിഷേധിക്കുന്നു. അതിനു മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് രംഗത്ത് വരുന്നു. ഗുരുതരമായ ആരോപണങ്ങൾ അതിനോട് ചേർത്ത് വയ്ക്കുന്നു. പക്ഷേ ഗവർണറുടെ നിഷേധത്തിന് ശേഷം ഈ പ്രതിപക്ഷ നാവുകൾ മിണ്ടുന്നേയില്ല. നമ്മൾ എന്താണ് കണ്ടത്? ഈ വാർത്ത താങ്കളും ശ്രദ്ധിച്ചിരിക്കും. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ബഹുമാനപ്പെട്ട NB ചന്ദ്രശേഖരൻ നല്ല ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഏറ്റവും ഉയർന്നു നിൽക്കുന്നയാളാണ്. അങ്ങ് തന്നെ ഇപ്പോൾ പറഞ്ഞൊരു വാക്ക് ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്നു. തെറ്റായ വാർത്തകൾ, വാർത്തയോടുള്ള അങ്ങയുടെ സ്നേഹത്തിൽ നിന്നാണ് ആ വാർത്തകളെന്ന പ്രയോഗം വന്നത്. സത്യത്തിൽ വാർത്തകൾ പോലും അല്ലിത്. ഇല്ലാത്തൊരു കാര്യത്തെ കെട്ടിച്ചമയ്ക്കുന്നതിന് വാർത്ത എന്ന് പ്രയോഗിക്കാനാവില്ല. അത് വ്യാജ നിർമ്മിതികൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രപതി, ഗവർണർമാർ അടക്കമുള്ളവർ ഇന്ത്യ രാജ്യത്ത് എത്ര തെറ്റായ നിലയിലാണ് സംസ്ഥാന നിയമസഭകളെ കടന്നാക്രമിച്ച് അവരുടെ അധികാരങ്ങൾ കവർന്നുകൊണ്ടിരുന്നത്. അതിനെ ചോദ്യം ചെയ്യുന്ന കേസ് 6-ാം തീയതി നമ്മുടെ സുപ്രീം കോടതിയിൽ എടുക്കാൻ പോവാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഗവർണർമാരുമായി ഒരു അത്താഴ വിരുന്നിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറാകും. എന്നാൽ പിന്നെ തമിഴ്നാട് ഗവർണറെ കൂടെ വിളിച്ചു എന്ന് വാർത്ത കൊടുത്തിരുന്നെങ്കിൽ കുറെ കൂടെ നന്നായിരുന്നു. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു രാഷ്ട്രീയ യുദ്ധമുണ്ട്. ആ യുദ്ധം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഭരണഘടനയെ അട്ടിമറിക്കുന്നതിനെതിരാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട തലമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ധനകാര്യ വകുപ്പ് കേരളത്തിൻ്റെ അവകാശങ്ങൾ ഇല്ലാതെയാക്കുന്ന വിഷയമാണ്. അതിനെ സംബന്ധിച്ച് കേന്ദ്ര ധനകാര്യ മന്ത്രിയുമായി നമ്മളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചാൽ അത് കടലക്കറിയും പുട്ടും നയതന്ത്രം എന്ന നിലയ്ക്ക് അപമാനിക്കാൻ വേണ്ടി, ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കും. യഥാർത്ഥത്തിൽ ധനകാര്യമന്ത്രിയോട് ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ കുറേ കാര്യങ്ങളില്ലേ? ഈ ധനകാര്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കേരളയിൽ നടപ്പാക്കുന്നത് വേഗം വർദ്ധിപ്പിക്കണം, നിങ്ങൾ സ്ഥലമേറ്റെടുക്കുന്നതിലേക്ക് കടക്കണം. ഇനി ധനകാര്യമന്ത്രി കേരള മുഖ്യമന്ത്രിക്ക് കത്തെഴുതി നിങ്ങൾ മറന്നുപോയോ? ഔദ്യോഗികമായി പല കാര്യങ്ങളും പരസ്പരം സംവദിക്കും. ഒരു ചർച്ചയ്ക്ക് ബഹുമാനപ്പെട്ട KV തോമസിന് പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ഗവർണറെ കൂടെ പങ്കെടുപ്പിക്കുന്നു. തനി RSSകാരനാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളെ തന്നെ അതിൽ പങ്കെടുപ്പിക്കുന്നു. യാദൃശികമായിട്ട് ഗവർണർ അതിൽ വരികയാണ്. തലേന്നൊരു പരിപാടിക്ക് വന്ന ഗവർണറെ പിറ്റേന്ന് ഇതിലും പങ്കെടുപ്പിക്കാൻ വിളിക്കുന്നു. അപ്പോൾ അവിടെ രഹസ്യങ്ങളില്ല എന്ന് ആർക്കാ അറിയില്ലാത്തത്? അപ്പോൾ അത് സംബന്ധിച്ച് ഉണ്ടായത് എന്താണോ അത് സംബന്ധിച്ച് ആഖ്യാനം. പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ നരേന്ദ്രമോദിയുടെ കയ്യിൽ പിടിച്ച് അദ്ദേഹത്തെ ഒന്ന് സ്നേഹാഭിവാദ്യം ചെയ്യുന്നത് ചുമതലയുള്ള ഒരു മുഖ്യമന്ത്രിയുടെ കടമയാണ്. ഇപ്പോൾ 2-ാം തീയതി പ്രധാനമന്ത്രിയെ വിളിച്ചിരിക്കുകയാണ് വിഴിഞ്ഞ ഉദ്ഘാടനം ചെയ്യാൻ. ആരും നമ്മുടെ നരേന്ദ്രമോദി നിറയെ കൊട്ടക്കണക്കിന് പണം ഇവിടേക്ക് തന്നിട്ടാണ് അദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് വിളിച്ചത്. ഇന്ത്യയിലെ എല്ലാ തുറമുഖങ്ങൾക്കും കേന്ദ്രം BGF ഫണ്ട് അവരുടെ ഫണ്ടായിട്ടാണ് കൊടുത്തത്. കടമായിട്ട് കൊടുത്തിട്ടില്ല, വായ്പയായിട്ട് കൊടുത്തിട്ടില്ല. നമ്മുടേത് മാത്രമാണ് വായ്പയാക്കിയത്. എന്നിട്ട് മോദിയെ വിളിച്ചത് എന്തിനാ? അത് മോദിയുമായിട്ട് പാലം പണിയാനാണ്. ഇതാണ് കേരളത്തിലെ UDFൻ്റെ ആഖ്യാനം. UDFൻ്റെ ആഖ്യാനത്തിന് തക്കവണ്ണം ഒരു വ്യാജ നിർമ്മിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ UDFന് സഹായകരമായ ആഖ്യാനങ്ങളാണിതെല്ലാം. ഇപ്പം തന്നെ ഗവർണർമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരായി സംസ്ഥാനത്തിൻ്റെ ഫെഡറൽ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രി കൂടി പങ്കാളിയാകുന്ന ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു.
ആ യുദ്ധത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിനെതിരെ ഫലപ്രദമായൊരു നിയമയുദ്ധത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ആ യുദ്ധം നടക്കുമ്പോൾ ഇതാ ഗവർണർമാരുമായി മേശക്കടി കൂടെ ഒത്തുതീർപ്പുണ്ടാക്കുന്നു എന്ന ആഖ്യാനം ഉണ്ടാക്കേണ്ടത് കോൺഗ്രസിനെ രാഷ്ട്രീയമായി സഹായിക്കാനാണ്. അതുകൊണ്ട് ഇത് വെറും നുണയല്ല, രാഷ്ട്രീയ നുണയാണ്. ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് രാഷ്ട്രീയത്തെ നിർവീര്യമാക്കാനുള്ള രാഷ്ട്രീയ നുണയാണ് നിർമ്മിക്കുന്നത്. അത് വാർത്ത പോലുമല്ല. എല്ലാ കാര്യങ്ങളിലും അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ വിമോചന സമരം വിജയിച്ചു. 2.25 കൊല്ലം കഴിഞ്ഞപ്പോൾ EMS സർക്കാരിനെ നെഹ്റു പിരിച്ചുവിട്ടു. പത്രപ്രവർത്തകർ EMSനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് വിമോചന സമരം ജയിച്ചത്? EMSൻ്റെ മറുപടി എന്തായിരുന്നു? നുണ പറഞ്ഞിട്ട്. ഞാൻ 1989 ജൂലൈ 1 മലയാള മനോരമയുടെ ഞായറാഴ്ചത്തെ സപ്ലിമെൻ്റ് ഇവിടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. അതിലെന്താ പറയുന്നറിയാമോ? അങ്കമാലി വെടിവെപ്പ് നടന്നു. എന്തിനാണ് വെടിവെപ്പ് നടന്നത്? പൂണാച്ചി ചാക്കു എന്ന് പറയുന്ന ഒരാളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി ലോക്കപ്പിലിട്ട് ഇടിച്ചു കൊന്നു അങ്കമാലിയിൽ. അവിടുത്തെ MLAയുടെ നേതൃത്വത്തിൽ ചലോ പോലീസ് സ്റ്റേഷൻ മാർച്ച്. ആ മാർച്ച് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുമ്പോൾ ഉണ്ടായ വെടിവെപ്പിലാണ് 3-4 പേര് മരിച്ചു എന്ന് പറയുന്നത്. പക്ഷെ പൂണാച്ചി ചാക്കു ആ മൂലയ്ക്ക് വെറുതെ നിപ്പുണ്ടായിരുന്നുവെന്നാണ് മനോരമയുടെ സപ്ലിമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാതന്തു. ഇങ്ങനെയാണ് നുണകൾ നിർമ്മിക്കപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി, ഇടതുപക്ഷത്തിനെതിരായി. അപ്പോൾ അവിടെ ഇപ്പം തന്നെ ഏറ്റവും അവസാനം നിർമ്മിക്കപ്പെട്ടിരുന്നെന്ന് ഞാൻ പറയാം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ സേവനം കൊടുത്തിട്ടില്ല എന്ന് മൊഴി കൊടുത്തുവെന്നാണ് നുണ പറയുന്നത്. സത്യം എന്താണ്? ഞങ്ങൾക്ക് സേവനം കിട്ടിയെന്ന് കമ്പനിയുടെ ഉടമ 2023 ഇൻട്രി സെറ്റിൽമെൻറ്റ് ബോർഡിന് അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് സേവനം കിട്ടിയെന്നുള്ള കമ്പനി ഉടമയുടെ അഫിഡവിറ്റ് അവിടെ കോടതി മുമ്പാകെ രേഖാപരമായി അവർ കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ കോപ്പി വീണയുടെ പക്കലുണ്ട്, ആ കമ്പനിയുടെ പക്കലുണ്ട്. ഈ തെളിവ് കയ്യിലിരിക്കെ ഇല്ല ഞങ്ങൾ സേവനം കൊടുത്തിട്ടില്ല എന്ന് ആരെങ്കിലും പറയുമോ നമ്മുടെ നാട്ടിൽ? അപ്പോൾ എന്തിനാണത്? സേവനം കൊടുക്കാതെ പണം വാങ്ങിയ എന്തോ തെറ്റായൊരു കാര്യം ചെയ്തു എന്ന ഒരു ആഖ്യാനം ഇവിടെ നിർമ്മിക്കാനുള്ളത് കോൺഗ്രസിൻ്റെ അജണ്ടയാണ്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം എന്താണ്? കള്ളപ്പണം ചുമന്നുകൊണ്ടുപോയ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തെക്കുറിച്ചോ ചെന്നിത്തലയുടെ കാര്യത്തെക്കുറിച്ചോ കുഞ്ഞാലിക്കുട്ടിയുടെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ചോ ആ കരിമണൽ കമ്പനിയുടെ കേസിൽ ചർച്ചയ്ക്ക് പോകരുത്. ആ കമ്പനിക്ക് കരിമണൽ വാരാൻ അനുവാദം കൊടുത്ത ആന്റണിയുടെ പങ്കിനെക്കുറിച്ച് ചർച്ച ചെയ്യരുത്. എല്ലാ ചർച്ചകളും ഇതിൽ ഒതുങ്ങി നിൽക്കണം. എന്നാൽ ഇതിൽ ഒതുങ്ങി നിൽക്കണം അവർ ആഗ്രഹിച്ചാലും നിൽക്കാത്തതിന് കാരണം എന്താണ്? കേരള സർക്കാരിന് ബന്ധമില്ല എന്ന് കോടതി വിധിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കാർക്കും അത്തരം ഒരു കാര്യത്തിലും ചർച്ചയില്ല. അതുകൊണ്ടാണ് പറയുന്നത് വിവിധങ്ങളായ നുണകൾ നിർമ്മിക്കപ്പെടുന്നു. ഉദാഹരണമായിട്ട് PK സിമി ടീച്ചറുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ട നുണ തന്നെ ആലോചിക്കും. 75 വയസ്സ് കഴിയുമ്പോൾ CPMൻ്റെ ഘടകങ്ങളിൽ നിന്ന് ഒഴിവാകുന്നത് സ്വാഭാവികമാണ്. അത് ഇന്ത്യയിൽ എല്ലാവർക്കും ബാധകമാണ്. എക്സംഷൻ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? തീരുമാനിച്ചപ്പോൾ ബഹുമാനപ്പെട്ട PK ശ്രീമതി ടീച്ചർ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ മഹിളാ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാൻ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണ്. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് നമ്മുടെ രാജ്യത്തെ ഏത് സംസ്ഥാന കമ്മിറ്റിയിലാണ്, ഏത് സംസ്ഥാന ഘടകത്തിലാണ് പങ്കെടുക്കാൻ നിയമപരമായി ഭരണഘടനാപരമായി തടസ്സമുള്ളത്? ആരെങ്കിലും വിലക്കാനാകുമോ? പക്ഷേ നമ്മളൊരു കമ്മിറ്റിയിൽ പോകുമ്പോൾ കമ്മിറ്റിക്ക് സംഘടനാപരമായൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ആ ചുമതല ഏൽപ്പെട്ട കാര്യങ്ങൾക്കുള്ള കമ്മിറ്റികളിലെല്ലാം പങ്കെടുക്കാവുന്നതാണ്. അത് ആ കമ്മിറ്റിയിൽ തീരുമാനമുണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ ഭാഗമായി തുടർ നടപടി ഉണ്ടാകുന്നതാണ്. ഇതിനെ വെച്ചിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കർക്കശക്കാരനായ ഒറ്റയാൾ നേതാവ്, അദ്ദേഹം ബാക്കിയുള്ളവരെയെല്ലാം വീറ്റോ ചെയ്യാൻ അധികാരമുള്ളയാളാണ്, വേറൊരാളും തിരുവായ്ക്ക് എതിർവായില്ലാതെ ചോദിക്കത്തില്ല എന്ന ഒരു ആഖ്യാനം അദ്ദേഹത്തിൻ്റെ മേലെ കെട്ടിവെച്ചിട്ട് ഇദ്ദേഹം എന്തോ ക്രൂരമായി പെരുമാറിയിരിക്കുന്നു. മുമ്പ് ശൈല ടീച്ചറുടെ പോലെ ക്രൂരമായി പെരുമാറിയെന്നൊരു നുണ നിർമ്മിച്ചതുപോലെ ശ്രീമതി ടീച്ചർക്കെതിരായിട്ടും ഒരു നുണ നിർമ്മിക്കുകയാണ്. എന്നിട്ട് എന്ത് വേണം? ഈ മുഖ്യമന്ത്രിക്കെതിരായി സ്ത്രീകൾക്കിടയിൽ ഒരു വികാരം സൃഷ്ടിക്കാമോ? ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സംഘടനാ നേതാക്കന്മാർക്ക് അവരെ മാറ്റി നിർത്തുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് ഈ മുഖ്യമന്ത്രിയെ ചിത്രീകരിക്കാമോ? സത്യത്തിൽ ഇന്ത്യ രാജ്യത്ത് നവകേരളത്തിൽ സ്ത്രീ പദവി ഉയർന്നിരിക്കുന്നു. കുടുംബശ്രീ വന്ന ശേഷം ഈ 9 കൊല്ലക്കാലത്തെ പ്രവർത്തന ഫലമായി നാട്ടിലെ ഏത് സ്ത്രീകളോട് ചോദിച്ചാലും പിണറായി വിജയൻ സർക്കാർ വന്നേ പിന്നെ സ്ത്രീ പദവി ഉയർന്നു. അങ്ങനെ സ്ത്രീ പദവി ഉയർത്താൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കും സ്ത്രീ പദവി ഉയർത്താൻ നിൽക്കുന്ന മുഖ്യമന്ത്രിയെ മറ്റൊരു തരത്തിൽ ഒരു വ്യാജ ബിംബ നിർമ്മിതിക്ക് വേണ്ടിയാണ് ഇത്തരം വ്യാജ വാർത്തകൾ നിർമ്മിക്കപ്പെടുന്നത്.
ഈ വാർത്തകളെല്ലാം സംഭവങ്ങളുടെ നിർമ്മിതിയല്ല, രാഷ്ട്രീയത്തിൻ്റെ ബദലാഖ്യാനങ്ങളുടെ നിർമ്മിതിയാണ്. കനകോലുവാണെങ്കിൽ കനകോലു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ UDFൻ്റെ കുതന്ത്രത്തിൻ്റെ ഭാഗമായി നിർമ്മിക്കപ്പെടുന്ന രാഷ്ട്രീയ നുണകളാണിതെല്ലാം. ഇതൊന്നും വീണ് കിട്ടുന്ന കാര്യങ്ങളല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.